മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കുരിശിലെ വിശുദ്ധ യോഹന്നാനെയാണ്. വേദപാരംഗതരുടെ ഗണത്തിൽ സഭ അംഗീകരിച്ചിട്ടുള്ള കുരിശിലെ വിശുദ്ധ യോഹന്നാൻ 1542 ആവിലാവിലെ ഫോണ്ടിബേറിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ പിതാവ് മരണപ്പെട്ടതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് അദ്ദേഹവും 2 സഹോദരങ്ങളും അമ്മയും അടങ്ങുന്ന കുഞ്ഞു കുടുംബം സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ 21-ാമത്തെ വയസ്സിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തിയിൽ പ്രചോദിതനായി അദ്ദേഹം മോഡിനായിലെ കർമ്മലീത്ത സഭയിൽ ചേർന്നു. അവിടുത്തെ ലളിതമായ ജീവിതവും അദ്ദേഹത്തിൻ്റെ പഠന സാമർഥ്യം കണ്ട് 1567 അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകി. അക്കാലത്ത് വലിയ ത്രേസ്യ പുണ്യവതി കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹം അവിടെ എത്തുകയും കർമ്മലീത്ത നിഷ്പാദക സഭയുടെ പ്രിയോർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രിയോർ പദവി അദ്ദേഹത്തിന് കൈപ്പേറിയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. അധികാരികളുടെ അനുവാദത്തോടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അദ്ദേഹത്തെ മുതിർന്ന ചില സന്യാസിമാർ എതിർക്കുകയും പാഷണ്ടി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. തൽഫലമായി 9 മാസക്കാലം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം 27 ദിനരാത്രങ്ങൾ തൻ്റെ സ്വന്തം മുറിയിൽ ദൈവവും ആത്മാവുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജയിലിൻ്റെ സഹനത്തെ പ്രതി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ സഹനങ്ങളോട് സ്നേഹം പ്രദർശിപ്പിക്കുന്നെങ്കിൽ വിസ്മയിക്കേണ്ട. കാരണം അവയുടെ വില താളസൂചിയില്ലായിരുന്നപ്പോൾ ഞാൻ നന്നേ മനസ്സിലാക്കി. സഹനത്തിന് എന്ത് സമ്മാനം വേണമെന്ന ഈശോയുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നിന്ദിക്കപ്പെടുകയും അങ്ങേപ്രതി സഹിക്കുകയും ചെയ്യുകയുമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെ പ്രതിപാദിക്കുന്ന 3 വലിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കർമ്മല മലകയറ്റം, ആധ്യാത്മിക കീർത്തനം, ആത്മാക്കളുടെ ഇരുണ്ട രാത്രി എന്നിവയാണവ. ഇവ വായിച്ചതുവഴി ഒത്തിരിയേറെ പേർ മാനസാന്തരപ്പെട്ടു. 49-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വർഗസമ്മാനത്തിനായി ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ 3 പുണ്യങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ഒന്നാമതായി ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയെ ചലിപ്പിക്കുക. രണ്ടാമതായി സഹനത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുക. മൂന്നാമതായി ദൈവത്തെ പ്രതി നിന്ദിക്കപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തുക. ഞങ്ങളുടെ വിലാസം സമന്വയ വിഷൻ, ജോൺ പോൾ സെക്കൻഡ് നഗർ, മാറനല്ലൂർ, കുവളശ്ശേരി PO, തിരുവനന്തപുരം 695512. ഇമെയിൽ palagan2011@gmail.com. പാലകൻ വാർത്തകൾ നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം. യൂട്യൂബിൽ പാലകന്റെ മുൻ എപ്പിസോഡുകളും വാർത്തകളും കാണുന്നതിന് YouTube/പാലകൻ. നിങ്ങളുടെ ദൈവാലയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കുക 98 47 03 1802, 94 96 81 36 34, 98470 31802, 9496 813634.
ലോകപാലകനേ